ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ചുമ്മാ ഒന്ന് എൻ്റെ അലമാരയിൽ അടുക്കി ഒതുക്കി വെക്കിയിരുന്നു. അറിയാലോ, കുറച്ച് OCD ഇഷ്യൂസ്. അപ്പോൾ ഇത് ഒതുക്കി വെക്കണതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സംഭവം കണ്ടത്. എൻ്റെ +2 കാലഘട്ടത്തിലത്തെ എൻ്റെ വൈറ്റ് ഷർട്ടാണത്. ഇപ്പോൾ ഈ ഒരു ആചാരം ഉണ്ടോയെന്ന് എനിക്കറിയാം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് +2 കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ ഇതേപോലെ അന്ന് ഞങ്ങൾക്ക് ഇത് സ്പെഷ്യൽ ഡ്രസ്സായിരുന്നു, വീക്കിലി വൺസ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ എന്തായാലും സ്പെഷ്യൽ ഡ്രസ്സ് അല്ലാത്ത കാരണം ഞാൻ ഇത് എല്ലാവരുടെയും കൊടുത്ത് എഴുതിപ്പിച്ചതാണ്. ഇതിൽ കുറേ പേരുടെ ഓർമ്മകളുണ്ട്, കുറേ പച്ചക്കറികളുണ്ട്, സ്വാഭാവികം. ഇതില് വായിക്കാൻ കൊള്ളാവുന്നതുണ്ട്, കൊള്ളാത്തതുണ്ട്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതായത് നമ്മൾ കുറേ നാൾക്ക് ശേഷം പഴയ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും. ലൈക്ക് ഇതേപോലെ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക്. പറഞ്ഞ ഓട്ടോഗ്രാഫ് ബുക്കും കൂടി ഉണ്ടല്ലോ, അതും കൂടെ തപ്പി കണ്ടുപിടിക്കും. പിന്നെ ഇതില് ഇത്തിരി വെറൈറ്റി സംഭവങ്ങൾ കുറച്ചുണ്ട്. അതില് ആരൊക്കെ എന്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ഹോസ്റ്റൽ മേറ്റ്സ് ഉണ്ട്, പിന്നെ ജൂനിയേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. കാരണം ഈ ഷർട്ട് ഇങ്ങനെ കൊടുത്തു വിടുകയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ കുറെ പേരുടെ കയ്യൊപ്പുണ്ട്. ഇതില് ഏറ്റവും ക്രിയേറ്റിവിറ്റീസ് ആണ് ഞാൻ കാണിച്ചുതരാം. അയ്യോ, എവിടെ പോയി അമ്പി ഹീറോടെ ഒരു അവന്റെ പേരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് വൃത്തിയായിട്ടവൻ. ഇതില് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു പടം കണ്ടോ? ഈ പടം കണ്ടു വിചാരിക്കുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലെ കുറുക്കൻ എന്ന് പേരുള്ള ഒരുത്തൻ വരച്ചെന്നതാ. വിഷ്ണു എന്നാണ് ശരിക്കുള്ള പേര്. അവൻ ഞാൻ ഹാൻഡ് ബോള് എറിയണതായിട്ട് സാങ്കല്പികമാക്കി വരച്ചു വെച്ചണതാണ്. അതെനിക്ക് മാത്രം മനസ്സിലായുള്ളൂ സത്യം പറഞ്ഞാൽ. ഇങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഉണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്കും നല്ല നല്ല ഓർമ്മകളുള്ള ഷർട്ടോ അല്ലെങ്കിൽ ബുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങളിടയ്ക്ക് അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തൊന്ന് വായിച്ചും ഒക്കെ നോക്കി നോക്കി രസമാണ്. അപ്പോൾ ബൈ.